എറണാകുളത്തെ CPM വനിതാ നേതാവുമായി ബന്ധപ്പെട്ട് ഉയർന്ന സൈബർ ആക്രമണങ്ങൾ തന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ എന്ന വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ മാതൃഭൂമി ന്യൂസിനോട്. പ്രചാരണത്തിന് പിന്നിൽ കോൺഗ്രസിന് പുറത്തുള്ളവരും ഉണ്ടാകാം. അത് കണ്ടെത്താനുള്ള സംവിധാനം പാർട്ടിക്കുണ്ട്. താനും ആരോപണ വിധേയയും പാർട്ടിയെ വിശ്വസിക്കുന്നുവെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. എനിക്കെതിരെ ഇപ്പോൾ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലൊന്നും ഒരു ആരോപണവും വൈപ്പിൻകരയിൽ ഉന്നയിക്കാൻ ആർക്കും കഴിയില്ല. ഒരു 100 കൊല്ലത്തിനിടയിൽ വൈപ്പിനിൽ നടക്കാത്ത അത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ ഞാൻ കൊണ്ടുവരികയും മറ്റ് പല മണ്ഡലങ്ങളിലും ഇല്ലാത്ത, ഇതുവരെ നടക്കാത്ത പുതിയ ഒത്തിരി പ്രോജക്റ്റുകൾ കൊണ്ടുവരാനായിട്ടും ഭാവിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനമിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ മാത്രമായിരിക്കില്ല ഇത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ താറടിച്ച് കാണിക്കുന്നതിനും അതുവഴി വ്യക്തിഹത്യ നടത്താൻ വേണ്ടി കൂടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും ആരോപിതയായ ടീച്ചറും അതുപോലെ ഇപ്പോൾ ആരോപണത്തിന് വിധേയനായിട്ടുള്ള ഞാനും CPMൻ്റെ പ്രധാനപ്പെട്ട കേഡേഴ്സല്ലേ. ഞങ്ങളെല്ലാം ഞങ്ങളുടെ പ്രസ്ഥാനത്തെ മാതൃതുല്യമായി കാണുന്ന പ്രവർത്തകരാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ പാർട്ടി ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഭാര്യയുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇത് ഇങ്ങനെയെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കപ്പെടുന്ന ആളുകൾ, ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവർ കുടുംബമായും മക്കളുമായും എല്ലാം ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. അവർക്കും ഇതുപോലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാവുന്നതാണെന്ന് അവരാലോചിക്കേണ്ടതാണ്. ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കും വൈപ്പിൻ മണ്ഡലത്തിൻ്റെ DYSP മുനമ്പൻ DYSPക്കും അതുപോലെ ആലുവ SP എല്ലാം ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. സൈബർ സെല്ലിന് പരാതി നൽകിയിട്ടുണ്ട്. തീർച്ചയായും കുറ്റം ചെയ്ത കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ വിരോധം വെച്ച് പുലർത്തുന്ന മാധ്യമങ്ങളുണ്ടാകാം, സത്യസന്ധമായി മാധ്യമപ്രവർത്തനം നടത്തുന്നവരുണ്ടാകാം, മറ്റുള്ള ആളുകളുടെ അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്നവരുണ്ടാകാം. അതിൽ മാധ്യമങ്ങളുടെ മേഖലയിലെ ഇലക്ട്രോണിക് മേഖലയിലുള്ള പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഈ ഷാജഹാൻ സാറ്. അദ്ദേഹം ആരുടെയോ അച്ചാരം വാങ്ങി അല്ലെങ്കിൽ ആരുടെയോ തെറ്റായ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കൃത്രിമമായ ഒരു വാർത്ത തന്നെ തയ്യാറാക്കി അതൊരു തത്സമയം ചിത്രീകരിക്കുന്ന പ്രതീതിയിലാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചത്. അതൊരു മ്ലേച്ഛമായ രീതിയാണ്. അതിനെ മാധ്യമപ്രവർത്തകരും അപലപിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.